ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിസിറ്റിംഗ് വിസയിൽ യു എയിലേക്ക് വരുമ്പോൾ എത്രത്തോളം എമൗണ്ട് നമുക്ക് സ്പെൻഡ് ആവും, ഓവറോൾ ഒരു എക്സ്പെൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടിയിട്ട് യു എയിലോട്ട് വരാനിരിക്കുന്നവർക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എത്ര എക്സ്പെൻസ് ആവുമെന്ന് കറക്റ്റായിട്ടൊരു ഐഡിയ ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും. ഞാനും ഇവിടേക്ക് വരുന്നതിന് മുമ്പ് എക്സ്പെൻസ് എത്രയാണെന്ന് ഒരുപാട് പേരോട് തിരക്കിയിട്ടുണ്ടായിരുന്നു. മാക്സിമം നമ്മൾ വരുന്നതിന് മുമ്പ് ഒരു കാൽക്കുലേഷൻ നമുക്കുണ്ടെങ്കിൽ അതിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും, അറ്റ്ലീസ്റ്റ് ജോലി കിട്ടുന്നത് വരെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഇവിടേക്ക് വന്നത്. അതിനുള്ള ഒരു എമൗണ്ട് ആക്കിയിട്ട് വേണം നമ്മളിങ്ങോട്ട് വരാൻ, അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും. ഇവിടെ വന്നിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് പിന്നെ പൈസ ആക്കിയെടുക്കാൻ പറ്റും. ഓഫ് കോഴ്സ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയല്ല, നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു പൈസ ആക്കിയിട്ട് വരുവാണെങ്കിൽ 2 മന്ത് വിസ ആണെങ്കിൽ ആ 2 മന്ത് നിൽക്കാനുള്ള ഒരു എക്സ്പെൻസ് എത്രത്തോളം ആകും എന്നുള്ളത് അറിഞ്ഞ് ആ ഒരു കാൽക്കുലേഷനായിട്ട് വരുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. സോ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, ഞാൻ വിസിറ്റിംഗ് വിസയിൽ വന്ന ഒരാളാണ്. അപ്പോൾ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് എൻ്റെ റൂം റെൻറ്റ്, ഫുഡ്, ട്രാവലിംഗ്, അതുപോലെ തന്നെ വിസ, ടിക്കറ്റ്, അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത്. പ്യുവർലി എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്, പ്രൊഫഷണലായിട്ടുള്ള കാൽക്കുലേഷൻസ് ഒന്നുമല്ല. എനിക്ക് എത്രത്തോളം എക്സ്പെൻസ് ആയി എന്നുള്ളത് ഷെയർ ചെയ്ത് തരാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്നവർക്ക് അത് ഒരു കാൽക്കുലേഷൻസ് കണ്ടുപിടിച്ച് എത്രത്തോളം ആകും എന്നുള്ളത് ഒരു ബേസിക് ഐഡിയ അതിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വിസയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 മന്ത് വിസയാണ് ഞാൻ എടുത്തത്. എനിക്ക് 10,500 ആണ് 2 മന്ത് വിസയ്ക്ക് എന്നായത്. നാട്ടിൽ 10,500 രൂപ കൊടുത്തിട്ടാണ് വിസ അടിച്ചത്. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് 12,000 സംതിങ് ആയിരുന്നു. ഞാൻ എയർ ഇന്ത്യയിലാണ് വന്നത്. ജാനുവരി 19 ഞാൻ പോകുന്നതെങ്കിൽ ജാനുവരി 6 ആയപ്പോഴത്തേക്ക് ടിക്കറ്റും വിസയും എടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ റേറ്റ് ടിക്കറ്റിന് കുറവുള്ള സമയം നോക്കി എടുക്കാം അങ്ങനെയൊക്കെ കരുതിയിട്ട് ജാനുവരി 6 തന്നെ ഒരു ട്രാവൽസ് വഴിയാണ് എടുത്തത്. എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ട്രാവൽസ് വഴി അപ്ലൈ ചെയ്തു, എടുത്തു. ദെൻ രണ്ടും കൂടി ഒരു 23,000 സംതിങ് ആയി. നമ്മൾ പോകുമ്പോൾ തിരിച്ചു വരാനുള്ള ടിക്കറ്റ് കൂടെ എടുക്കണമല്ലോ, അതിൻ്റെ എക്സ്പെൻസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറഞ്ഞത്. 23,000 നമ്മുടെ ഇന്ത്യൻ റുപ്പി 23,000 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് വിസയ്ക്കും ടിക്കറ്റിനോടായ എക്സ്പെൻസ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, ഞാനത് ഷെയർ ചെയ്ത് തരാം. ദെൻ അടുത്ത എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് പോകാനുള്ള സാധനങ്ങളെല്ലാം മേടിക്കുക എന്നുള്ളതാണല്ലോ. അത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിന് കുറച്ച് എമൗണ്ട് ആയിട്ടുണ്ട്. നമുക്ക് വേണ്ട ബാഗും അതുപോലെ ഫോമൽസ്, ഇൻ്റർവ്യൂസിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഫോമൽസ്, അങ്ങനെ കുറച്ച് എക്സ്പെൻസ് അതുണ്ടായിരുന്നു. അതും എൻ്റെ ഒരു എക്സ്പെൻസ് ആയിട്ട് തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അത് പക്ഷേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യാനുള്ള എക്സ്പെൻസ്. അത് ഇവിടെ ബെഡ് സ്പേസ് ആയിരുന്നു ഞാൻ നിന്നത്. അബുഹയിൽ എന്നുള്ള സ്ഥലത്തായിരുന്നു. അവിടെ എനിക്ക് ഇവിടുത്തെ 500 ദിർഹംസ് ആയിരുന്നു അപ്പർ ബെഡിന് ആയത്. അപ്പോൾ നാട്ടിൽ ഒരു 11,500 സംതിങ് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയാണ് പെർ മന്ത് നമുക്ക് വരുന്ന ബെഡ് സ്പേസിന് വരുന്ന എക്സ്പെൻസ്. അതിൽ തന്നെ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. വൈഫൈ, വാട്ടർ, അങ്ങനെ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. എവിടെയാണ് സ്റ്റേ ചെയ്യാനുള്ള ഈ ഒരു റൂമൊക്കെ, ബെഡ് സ്പേസ് കണ്ടുപിടിച്ചതെന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു. ഡുബിസിൽ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നമുക്ക് കയറിക്കഴിഞ്ഞാൽ ദുബായിൽ എവിടെയൊക്കെ ബെഡ് സ്പേസ് ഉണ്ടെന്നുള്ളത് കാണാം. നമുക്ക് വേണ്ട സ്ഥലം അടിച്ചു കൊടുത്ത് ബെഡ് സ്പേസ് ആണോ പാർട്ടീഷനാണോ എന്താ വേണ്ടതെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എൻ്റെ റിലേറ്റീവ്സ് കുറച്ച് പേര് ഇവിടെ ഉണ്ടെങ്കിലും എനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. ആളാണ് ഇതെല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നത്. ആൾ റൂമ് പോയി നോക്കിയിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ വെച്ച് തന്നെ. അപ്പോൾ കംഫർട്ടബിൾ ആണെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചൂസ് ചെയ്തതാണ് ബെഡ് സ്പേസ്. ദുബായിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഈ 500 തന്നെ കിട്ടിയത് കുറേ നോക്കിയിട്ടാണ്. 650, 750 ഒക്കെയാണ് കരാമ സൈഡൊക്കെ വരുമ്പോൾ കാണിച്ചിരുന്ന റേറ്റ്. കരാമയിലാണ് ഞാൻ ആദ്യം നോക്കിയത്, പിന്നീടാണ് അബുഹയിൽ കിട്ടിയത്. ലാസ്റ്റ് മൊമെൻറ്റിലാണ് അബുഹയിൽ ഫിക്സ് ചെയ്തത് തന്നെ. അപ്പോൾ അവിടെ 500 ആണ് പെർ മന്ത്. അപ്പോൾ ഞാൻ ഈ 500 ഇവിടുത്തെ ദിർഹംസ് ആണ് പറഞ്ഞത്. നാട്ടിലാണെങ്കിൽ 11,500 സംതിങ് വരും.
അപ്പോൾ 500 വെച്ചിട്ട് 2 മാസത്തേക്ക് 1000 ഞാൻ എൻ്റെ എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ചെയ്തു. ദെൻ അടുത്ത വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഫുഡാണ്. അപ്പോൾ ഞാനത് വെച്ച് കഴിക്കാം, കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് കരുതി. മെസ്സ് ഇവിടെ 300 സംതിങ് ദിറംസ് വരും ഇവിടുത്തെ. അപ്പോൾ ഞാൻ കരുതി നമുക്കറിയാവുന്നത് പോലെ കുക്ക് ചെയ്ത് കഴിക്കാം എന്നുള്ള പ്ലാനിൽ അത്യാവശ്യം പാത്രങ്ങളും അതുപോലെ തന്നെ പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, അങ്ങനെ ഗോതമ്പ് പൊടി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ടൊരു 200 സംതിങ് പെർ മന്ത് ആവും എന്നുള്ളൊരു ചെറിയ കാൽക്കുലേഷനിൽ അതിന് വേണ്ടിയിട്ടൊരു 400 2 മാസത്തേക്ക് 400 എൻ്റെ കാൽക്കുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതിന് രണ്ടുകൂടെ സ്റ്റേക്കും ഫുഡിന് വേണ്ടിയിട്ട് 1400 ടോട്ടൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ദെൻ വരുന്ന എക്സ്പെൻസ് നെക്സ്റ്റ് ട്രാവലിംഗ് ആണ്. ഇൻ്റർവ്യൂസ് നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ട്രാവൽ ചെയ്ത് ഇൻ്റർവ്യൂസിന് പോകണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു 1 മന്ത് 150 ആകുമായിരിക്കും എന്നുള്ള ഒരു കാൽക്കുലേഷനിൽ 300 അത് ഞാൻ മാറ്റി വെച്ചു. അങ്ങനെ ടോട്ടൽ ഇവിടെ വരുന്ന എക്സ്പെൻസ് എൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 1700 ദിറംസ് ആയിരുന്നു. 1700 ദിറംസിൽ ഫുഡിന് എനിക്ക് ഇത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല. വെച്ച് കഴിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് 200 പെർ മന്ത് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എനിക്ക് എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനപ്പം ഈ 1700 ടോട്ടൽ എനിക്ക് എക്സ്പെൻസ് ആകും എന്നുള്ളൊരു കാൽക്കുലേഷൻ എടുത്തെങ്കിലും ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത മണി 1600 ആയിരുന്നു. അത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടല്ല വന്നത്. ഇവിടെ എൻ്റെ എനിക്ക് അറിയുന്ന ആളുണ്ടായിരുന്നു. അപ്പോൾ ആൾ വഴി ആൾക്കും നാട്ടിലേക്ക് പൈസ അയക്കണമായിരുന്നു. അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ അങ്ങനെ മാറ്റിയെടുത്തിട്ടായിരുന്നു 1600. നാട്ടിലൊരു 36,000 ആണ് ഇവിടുത്തെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് മാറ്റിയത്. ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ 1 lakh ആയിരുന്നു എൻ്റെ ഒരു ബഡ്ജറ്റ്. 1 lakhൽ വന്ന് ജോലി കണ്ടുപിടിക്കുക എന്നുള്ളൊരു ബഡ്ജറ്റായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ വിസയ്ക്ക് 23,000 സംതിങ് ആയി. പിന്നെ 36,000 സംതിങ് നാട്ടിലത്തെ 36,000 സംതിങ് ഇവിടുത്തെ ദറംസാക്കി 1600 ദറംസ് എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് വന്നത്. ബാക്കി ഈ 1 lakhൽ ബാക്കിയുള്ള പൈസ നാട്ടിലെ ബാങ്കിൽ അക്കൗണ്ടിലിട്ടിട്ട് വന്നു. അപ്പോൾ ഇൻ കേസ് ഇനി എന്തെങ്കിലും എക്സ്പെൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റിയെടുക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ വന്നു. മാക്സിമം ഈ കൊണ്ടുവന്ന പൈസക്കകത്ത് തന്നെ ജീവിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളൊരു ശ്രമമായിരുന്നു എൻ്റേത്. വീട്ടിൽ നമ്മൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാതെ എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു പൈസക്കകത്ത് തന്നെ നിന്നുകൊണ്ട് എങ്ങനെ ജോലി കണ്ടുപിടിക്കാം അതിനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ എന്തായാലും സക്സസ്ഫുള്ളി എനിക്കതിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ എക്സ്പെൻസ് അല്ലാതെ ഞാൻ ആ ജോലിക്ക് കയറുന്ന സമയത്ത് ഞാൻ കൊണ്ടുവന്ന പൈസയിൽ ബാലൻസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ചിലവാക്കിയത്. ഇവിടെ നമുക്കറിയാം നമ്മളെങ്ങനെ ജീവിക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എക്സ്പെൻസ് കൂടുന്നതും കുറയുന്നതും. നമ്മൾ ഒരുപാട് എക്സ്പെൻസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണെങ്കിൽ എക്സ്പെൻസ് ആവും. അല്ലാതെ നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യാതെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കാനും പറ്റും. സോ ഇത്രയാണ് ബേസിക്കല്ല നമുക്ക് നോർമലി വരുന്ന എക്സ്പെൻസുകൾ. പിന്നെ എനിക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് ഇവിടെ വന്നതിന് ശേഷം വന്നൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ പൈസ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാതാണ് വന്നത്. ഇവിടെ വന്നിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം ഞാനൊരു ജോബിന് കയറിയിട്ടുണ്ടായിരുന്നു അക്കൗണ്ടൻ്റായിട്ട് തന്നെ. ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ അറ്റസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അൺസ്കിൽഡ് ലേബർ വിസ ആയിരിക്കും നമുക്ക് അടിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കയറിയ ജോബ് എന്ന് പറയുന്നത് ക്ലീനിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിലായിരുന്നു. അപ്പോൾ അവിടെ ക്ലീനർ വിസ ആയിരിക്കും അടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതായിരുന്നു ഒരു ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതായിരുന്നു അൺഎക്സ്പെക്റ്റഡായിട്ട് എനിക്ക് വന്ന ഒരു എക്സ്പെൻസ്. അതിനുള്ള പൈസ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അത് മാറ്റിയെടുക്കുമായിരുന്നു ചെയ്തത്. സോ ഇത്രയാണ് ഒരു എക്സ്പെൻസ്. നിങ്ങളും ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ട് വരാൻ നോക്കുക, അതാണ് ബെറ്റർ. വിസയ്ക്കും ടിക്കറ്റിനും ഈ ഒരു പ്രൈസ് തന്നെ ആവണമെന്നില്ല. അത് ഓരോ സമയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഓരോ സമയത്ത് നിങ്ങൾ വരുന്ന സമയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബെഡ് സ്പേസിന് 650-700 നാട്ടിലല്ല ഇവിടുത്തെ ദറംസ് ആവണതും ഉണ്ട്. അപ്പോൾ അത് ഡുബിസിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഞാൻ ഇന്ന ബെഡ് സ്പേസിലെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാം, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണമെങ്കിൽ. സോ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. മറ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.